നാടിന്റെ ആകെ ആശങ്ക അധികാരികൾക്ക് മുന്നിലെത്തിക്കാനായി സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് കാസർഗോഡ് ബളാലിലെ വീട്ടമ്മയായ ത്രേസ്യാമ്മ തോമസ്. നാടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാവുന്ന പാമത്തട്ട് ക്വാറിക്ക് അനുമതി നൽകാൻ നടക്കുന്ന നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ബളാലിലെ 10ാം വാർഡായ മുട്ടോം കടവിൽ നിന്ന് ത്രേസ്യാമ്മ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പാമത്തട്ട് ഉൾപ്പെടുന്ന ബളാൽ പഞ്ചായത്തിലെ 10ാം വാർഡിലുള്ള ജനകീയ സമരത്തിൻ്റെ അവരുടെ പ്രതിനിധികളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 10ാം വാർഡിൽ മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്ന അവരുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. നമ്മൾ കുറേ നാളായിട്ട് തുടരുന്ന ഒരു സമരമാണ്. ഇവിടുത്തെ ഒരു പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട് കാറ് വരുന്നു, നിങ്ങളെ ജൈവ മേഖലയെ മുഴുവൻ തകർക്കുന്ന തരത്തിലുള്ളൊരു വിഷയമാണെന്ന് പറയുന്നു, പരിസ്ഥിതി തകർക്കുന്നതാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ 2 വർഷമായി ഇതിനെതിരെ ഞങ്ങൾ പോരാടുന്നതാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ ഞങ്ങൾക്കൊരു നീതി ലഭിച്ചില്ല ഇതുവരെ. അപ്പോൾ തോന്നി ജനപിന്തുണയോടുകൂടി ഞാൻ നിൽക്കുവാണെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പഞ്ചായത്തിൽ എൻ്റെ ശബ്ദം ഉണ്ടാവും അന്നേരം അവിടെ. അപ്പം ഞങ്ങൾക്ക് ജനപ്രതിനിധികളിൽ നിന്നും ഒരു പിന്തുണ ലഭിക്കുകയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. 2 വർഷം കൊണ്ട് ഞങ്ങളെല്ലാ പാർട്ടിക്കാരെയും ഞങ്ങൾ കണ്ടു. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവുമെന്ന് എല്ലാ പാർട്ടിക്കാരോടും ചോദിച്ചിട്ടും അവരെല്ലാം മൗനമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഇനി നമ്മുടെ ശബ്ദം പഞ്ചായത്ത് കേൾക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നേ പറ്റൂ. ഈ കോറയ്ക്കെതിരെ മത്സരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊരു നീതി കിട്ടുള്ളൂ. ഈ പരിസ്ഥിതിയുടെ പ്രശ്നം നേരിടുന്ന എല്ലാ കുടുംബങ്ങളും നമ്മളോടൊപ്പം നിൽക്കുന്നുള്ളൊരു വില ഉറപ്പുണ്ട്. ഞാൻ പല വാർഡിലും കയറി ഇറങ്ങിയപ്പോഴൊക്കെ പൂർണ്ണ സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ പിന്നിലുണ്ടാവും നിന്നോ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്തായിട്ട് ഇപ്പോൾ ഒരു പരിസ്ഥിതി വിഷയം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ വലിയൊരു തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും ആരും അങ്ങനെ മത്സരിച്ചിരുന്നില്ല. ഒരു സ്ത്രീ കൂടിയാണ് ഇപ്പോൾ രംഗത്തിരിക്കുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അതിന് എനിക്കൊരു അഭിമാനമായിട്ട് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ പിന്നിൽ ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. അതാണ് എൻ്റെ പിന്തുണ എന്ന് പറയുന്നത്. ബളാൽ പഞ്ചായത്തിലുള്ള ഈ പാമത്തട്ട് എന്ന് പറയുന്ന സ്ഥലം അതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. അതിനെ തകർക്കാനുള്ള നീക്കം നടക്കുന്നു. ഇവിടെ ഒരു വലിയ കോറി വരാൻ വേണ്ടി പോയാണ്. ഏകദേശം 2 ഹെക്ടറോളം ഭൂമിയിലാണ് ഇതിനുള്ള അനുമതി കാത്തു കിടക്കുന്നത്. അനുമതി അവസാന ഘട്ടത്തിലാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉയരുന്നത്. ക്യാമറാമാൻ ഷാജു ചന്ദ്രപ്പേർക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.